വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. ജസ്ന സലീം അഥവാ അഭിനവരാധ കണ്ണനോടുള്ള ആരാധന മൂത്ത് കണ്ണന്റെ ചിത്രം മാത്രം വരച്ച് ജീവിതത്തിന് പുതിയ അർത്ഥവും മാനവും കണ്ടെത്തിയ ജസ്ന സലീം ആദ്യമൊക്കെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരുന്ന ജസ്ന സലീം കണ്ണനോട് ആരാധന മൂത്ത് കണ്ണന്റെ കാർവണ്ട ചിത്രങ്ങൾ വരച്ച് ഹിന്ദുമത വിശ്വാസികളെ അതിശയിപ്പിക്കുകയും അതോടൊപ്പം തന്നെ മുസ്ലിം ജനതക്കിടയിലെ ഒരു വലിയ പങ്കിൽ വിദ്വേഷമുണ്ടാക്കുകയും ചെയ്തിരുന്നു. മനസ്സിൽ അതിരുകളില്ലാത്ത പ്രണയത്തിന്റെ ചൂളപ്പൂവുകൾ കത്തിപ്പടരുന്നതിനാലോ അതോ ഭഗവാൻ കൃഷ്ണനിൽ പ്രണയ വിഷയമായിട്ടോ ജസ്ന മുരളീധരന്റെ പിന്നിൽ തുളസിമലയുമായി നടക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. നല്ലൊരു ശതമാനം ഹിന്ദു ജനത, പ്രത്യേകിച്ച് ഹിന്ദുത്വവാദികൾ എന്ന് പറയാം, അതിലുപരി ചില കൃഷ്ണഭക്തരും ജസ്നയുടെ അരങ്ങേറ്റത്തെ വാനോളം പുകഴ്ത്തിയിരുന്നു. അതിന് കാരണം ജസ്ന എന്ന മലർക്കൊടി കണ്ണന്റെ രാധയായി എന്നതിനാലല്ല, മറിച്ച് ജസ്ന സലീം ഒരു മുസ്ലിം കുടുംബത്തിൽ അംഗമായതുകൊണ്ടും ഒരു ഇസ്ലാം നാമധാരിയാണ് എന്നതുകൊണ്ടുമായിരുന്നു. ഒരു മുസ്ലിം മതവിശ്വാസി, പ്രത്യേകിച്ച് ഒരു മഹിളാരത്നം, ഹിന്ദു ദൈവമായ ശ്രീകൃഷ്ണ ഭഗവാനെ ഭക്ത്യാദരത്താൽ തന്റെ ജീവനിൽ ചേർത്ത് നിർത്തുന്നതും ആരാധനയോട് പുകഴ്ത്തുന്നതും മുസ്ലിം ലോകത്തെ വല്ലാതെ വേദനിപ്പിക്കുകയും മാനസികമായി പ്രയാസപ്പെടുത്തുകയും ചെയ്യും എന്നതുകൊണ്ടായിരുന്നു. എന്നാൽ ജസ്ന സലീം ഈ ചൂതാട്ടങ്ങളെല്ലാം തന്നെ കളത്തിലിറങ്ങി കളിച്ചു തന്നെ ആസ്വദിക്കുകയായിരുന്നു. അവർക്കറിയാം കർമ്മം കൊണ്ട് താൻ ഒരു മുസ്ലിമും ഒരു കൃഷ്ണഭക്തിയുമല്ല എന്ന്. തന്റെ നിലനിൽപ്പിനും തന്റെ ബിസിനസിനും ഒപ്പം ക്ഷിപ്രവേഗത്തിലുള്ള പബ്ലിസിറ്റിക്കും വേണ്ടി മാത്രമാണ് ഈ കൃഷ്ണഭക്തി എന്ന്. അതായിരുന്നു സത്യവും. ഒരു യഥാർത്ഥ മതവിശ്വാസി അല്ലെങ്കിൽ ഒരു ദൈവവിശ്വാസി ഒരേ സമയം ഒന്നിലധികം ദൈവങ്ങളെ ആരാധിക്കുകയില്ല, വിശ്വസിക്കുകയില്ല. ജസ്ന സലീമിന് ഹിന്ദുമതം സ്വീകരിക്കുന്നതിനോ യഥാർത്ഥ കൃഷ്ണഭക്തനായി ജീവിക്കുന്നതിനോ നമ്മുടെ രാജ്യത്ത് തടസ്സങ്ങളൊന്നും തന്നെയില്ല. ജസ്ന സലീം ഇസ്ലാം മതം ഉപേക്ഷിച്ച് ഹിന്ദുമതത്തിൽ പോയാൽ ഇസ്ലാം മതത്തിനും ഒരു കോട്ടവും സംഭവിക്കാനില്ല. എന്നിട്ടും ജസ്ന സലീം ഒരു കാലം മുസ്ലിം മതത്തിനും മറ്റേ കാലം ഹിന്ദുമതത്തിലും വെച്ചുകൊണ്ട് എന്തിനാണ് ഈ കപടത കാണിക്കുന്നത്? ഈ കാപട്യത്തെ വകവെച്ചു കൊടുത്തവരാണ് ഇവിടുത്തെ നല്ലൊരു വിഭാഗം ഹിന്ദുക്കളും. അന്യമതത്തിൽ നിന്നും ഒരാൾ തന്റെ മതത്തിലേക്ക് വരുമ്പോഴോ തന്റെ മതത്തെ പ്രശംസിക്കുമ്പോഴോ അതിന്റെ ഉദ്ദേശശുദ്ധി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ഇപ്പോൾ ജസ്ന സലീമിനെതിരെ കേസെടുക്കാൻ ഹൈക്കോടതി പോലീസിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഒറ്റനോട്ടത്തിൽ കേസെടുക്കുകയല്ല വേണ്ടത്, അവരുടെ കൈയും കാലും അടിച്ചൊടുക്കുകയാണ് വേണ്ടതെന്ന് സാമാന്യബോധമുള്ള ആരും തന്നെ പറയും. ആ നിലക്കുള്ള തോന്നിയാസമാണ് ആ സ്ത്രീ ചെയ്തത്. എല്ലാ തമ്മാടിത്തവും ചെയ്തിട്ട് പിന്നെയും വീഡിയോ പോസ്റ്റ് ചെയ്ത് ആളാവാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ. ഒരു അന്യമതസ്ഥയായ സ്ത്രീ ഗുരുവായൂർ അമ്പലത്തിലെ കിഴക്കേ നടയിലെ ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ മാല ചാർത്തി ആ ദൃശ്യം വീഡിയോയായി ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. ഒരു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഒരു ഹിന്ദു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് ആചാരലംഘനവും കൃഷ്ണ വിഗ്രഹത്തെ അശുദ്ധമാക്കലുമായി തോന്നിയേക്കാം. സത്യത്തിൽ ഹിന്ദു മുസ്ലിം വർഗീയ കലാപം പൊട്ടിപ്പുറപ്പെടാതിരുന്നത് ഈ സംഭവം നടന്നത് കേരളത്തിലായതുകൊണ്ടാണ്. അല്ലായിരുന്നുവെങ്കിൽ ഈ സമയം കൊണ്ട് തന്നെ ഒരുപാട് പേരുടെ ജീവൻ നഷ്ടമാവുകയും രാജ്യത്ത് ശക്തമായ വർഗീയ കലാപം പൊട്ടിപ്പുറപ്പെടുകയും ചെയ്യുമായിരുന്നു. ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ പരാതിയിൽ ഇപ്പോൾ ജസ്ന സലീമിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. വലിയൊരു ശ്രീകൃഷ്ണ ഭക്ത എന്ന പേരിൽ വൈറലായ ജസ്ന സലീം മുമ്പ് ഗുരുവായൂർ ക്ഷേത്രത്തിന് മുമ്പിൽ വെച്ച് കേക്ക് മുറിക്കുകയും അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ഹർജിയിൽ അന്ന് ഹൈക്കോടതി കർശന നിലപാടെടുത്തിരുന്നു. അന്ന് ഹൈക്കോടതി താക്കീത് നൽകിയത് ക്ഷേത്രങ്ങൾ ഭക്തർക്കുള്ള സ്ഥലമാണെന്നും ക്ഷേത്ര പരിസരത്ത് നിന്ന് ഇത്തരം ദൃശ്യങ്ങൾ പകർത്തി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നത് അംഗീകരിക്കാനാവില്ല എന്നുമാണ്. ഇപ്പോൾ ജസ്ന സലീം ചെയ്തിരിക്കുന്നത് ഹൈക്കോടതി ഉയർത്തലിനെതിരെയുള്ള നഗ്നമായ ലംഘനവും ഒരു ഹിന്ദു കൃഷ്ണ വിഗ്രഹത്തിൽ
മാല ചാർത്തിയത് ആചാരലംഘനവുമായാണ് വിശ്വാസികൾ കാണുന്നത്. അത് പലവിധ ദേവപ്രശ്നങ്ങൾക്കും കാരണമാകാവുന്നതുമാണ്. എന്നിട്ടും വീണ്ടും സോഷ്യൽ മീഡിയയിലൂടെ വന്ന് ചെയ്ത തെറ്റിനെ ന്യായീകരിക്കുകയാണ് ഇപ്പോഴും ആ സ്ത്രീ. നമുക്ക് അവരുടെ 2 വീഡിയോകൾ ഈ സമയം സമന്വയിപ്പിച്ച് കാണേണ്ടതുണ്ട്. അതിൽ നിന്നും അവരുടെ ഉദ്ദേശശുദ്ധി എന്താണെന്ന് മനസ്സിലാക്കാനാവും. നിങ്ങൾ വന്നിട്ട് എന്നെ ഗുരുവായൂർ കേറ്റാത്ത രീതിയിൽ ആക്കാൻ നോക്കിയാൽ എന്താ സംഭവിക്കാന്നറിയോ? പുള്ളൻ്റെ മോളെ കാണിച്ചു തരാം. ഞാനിത് തട്ടെങ്ങനെ അങ്ങോട്ടും ഊരി വെക്കും. എന്നിട്ട് പുള്ള മോളെ എന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രാട്ടോ. എനിക്ക് എന്നോട് മുഹബത്താ. നിനക്ക് ശനീതിനോട് മുഹബത്തുള്ളത് പോണം, എനിക്ക് എന്നോട് മുഹബത്താ ഉള്ളേ. എന്നിട്ടിതേ ഇങ്ങനെ ഒരു പൊട്ടാട്ട് കുത്തും. ആ പൊട്ടും കുത്തി, അയ്യോ ഞാൻ സുമംഗലിയാ, അത് മറന്നുപോയി. പുള്ള സുമംഗലിയാണെന്ന് പുറത്തറിയിക്കാത്ത മാതിരി ഞാനങ്ങനല്ല കേട്ടോ. എൻ്റെ ഭർത്താവിനോട് ഭയങ്കര സ്നേഹ. അപ്പോൾ സിന്ദൂരവും തൊട്ട് ഞാനങ്ങ് മതങ്ങ് സ്വീകരിച്ചേക്കും. പിന്നെ എന്നാ ചെയ്യാൻ പറ്റും? പുള്ള ചേച്ചിൻ്റെ കൂട്ടക്കാർക്കും കുറേ വാലാട്ടികളുണ്ടല്ലോ, അവർക്കും എന്ത് ചെയ്യാൻ പറ്റും? കണ്ടല്ലോ ഈ സ്ത്രീയുടെ ഭക്തിയും വിശ്വാസവും ഏത് നിലയിലുള്ളതാണ്. അത് അവരെ എതിർക്കുന്നവരെ വായടപ്പിക്കുന്നതിന് വേണ്ടി മാത്രമുള്ളതാണ്. ഗുരുവായൂർ അമ്പലനടയിൽ അവിടെ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലെങ്കിൽ അവിടെ കയറാനുള്ള യുക്തിയാണ് ഇപ്പോൾ സജന സലീം തുറന്നു പറഞ്ഞത്. അവിടെ കയറുന്നതിന് വേണ്ടി പൊട്ടുകുത്തി സിന്ദൂരം ചാർത്തി തൽക്കാലത്തേക്ക് ഹിന്ദുവായി മാറുക എന്നതാണ് അവരുടെ ലക്ഷ്യം. ഇത്രയേ ഉള്ളൂ ഇവരുടെയൊക്കെ വിശ്വാസവും ആരാധനയും. ഇനി കൃഷ്ണ വിഗ്രഹത്തിൽ മാല ചാർത്തി ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച് ഗുരുവായൂർ ദേവസ്വത്തിന്റെ പരാതിയെ തുടർന്ന് പോലീസ് കേസെടുത്തതിന് ശേഷമുള്ള അവരുടെ വീഡിയോ കണ്ടു നോക്കാം. എന്നെ വിലങ്ങിട്ട് കൊണ്ടുപോയിന്നും ഞാനിപ്പോൾ ജയിലിലാണെന്നും ജയിലിൽ കുത്തിരുന്ന് ചിത്രം വരയ്ക്കുകയാണെന്നൊക്കെ പറഞ്ഞ് കുറച്ച് ആൾക്കാരുടെ വീഡിയോസ് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ കരുതി ഞാൻ ഒളിവിലാണ് പോലും. അങ്ങനത്തെ കുറച്ച് വീഡിയോസ് ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് എന്താണെന്നറിയോ? ഈ വ്യാജപ്രചരണം നടത്തിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന റീച്ചിൽ നിങ്ങൾക്ക് അരി വാങ്ങേണ്ട ഒരു ഗതികേട് എനിക്ക് സഹതാപം മാത്രമേ തോന്നുന്നുള്ളൂ. കാരണം നമ്മളെ കുട്ടിക്കാലം തൊട്ടേ പറയുന്നൊരു കാര്യമാണ് കള്ളത്തരം പറയരുത് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇപ്പം നിങ്ങളുടെ വരുമാനം ഈ കള്ളത്തരത്തിൽ കൂടെയാണ്. അപ്പം നിങ്ങളുടെ കുടുംബം പോറ്റാൻ ഇപ്പം ജസ്ന സലീം എന്നുള്ളൊരു പേര് നിങ്ങൾക്ക് കിട്ടി അതുമ്മൽ ഇതാക്കുകയാണെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം. അപ്പം ഞാൻ ഏതായാലും ജയിലിലൊന്നും പോയിട്ടില്ല, ഞാൻ ഒളിവിലും പോയിട്ടില്ല. ഇന്നലെ തൊട്ടിട്ട് ഞാൻ എൻ്റേതായിട്ടുള്ള കുറച്ച് കാരണങ്ങൾ കൊണ്ട് തിരക്കാണ്. അത് കുറച്ച് ദിവസങ്ങൾക്കൂടെ കഴിഞ്ഞാൽ ഞാനത് വെളിപ്പെടുത്താൻ വേണ്ടി. ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ടും സോഷ്യൽ മീഡിയയിൽ വന്ന് അഹങ്കാരത്തോടെ തള്ളിവിടുന്ന ഇവർക്ക് വല്ല മാനസിക അസ്വസ്ഥതയും ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ജസ്ന സലീമെ താനും സോഷ്യൽ മീഡിയയിലൂടെയുള്ള പബ്ലിസിറ്റിയും ധനലാഭവും തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ലോക നന്മയ്ക്ക് വേണ്ടി ഒന്നുമല്ല ഈ മൂന്നത്. താങ്കളുടെ പരിശുദ്ധിയും ഹൃദയവിശാലതയും നന്മയുമൊക്കെ താങ്കളുടെ പല വീഡിയോകളിലും കാണാനാവുന്നതാണ്. അതെല്ലാം താങ്കളുടെ വ്യക്തിപരമായ വിഷയമാണ്. അത് ആ നിലയ്ക്ക് തന്നെ പോട്ടെ. പക്ഷേ സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് നന്നല്ല. സമൂഹത്തിന്റെ മുമ്പിൽ ഇപ്പം ഞാനൊരു തെറ്റുകാരിയാണ്, ഞാൻ മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചോളാണ്. അപ്പോൾ ഞാൻ എന്താണ് മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചതെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാട്ടോ. സമൂഹത്തിന്റെ മുമ്പിൽ നിങ്ങൾ തെറ്റുകാരിയല്ല, വലിയ കുറ്റവാളിയാണ്. ഒരു രാജ്യത്തെ പച്ചക്ക് കത്തിക്കാൻ പോകുന്ന കുറ്റം അതെല്ലാം ചെയ്തിട്ട് മന്ദബുദ്ധിയെ പോലെ പറയുന്നു എന്ത് തെറ്റാണ് ചെയ്തതെന്ന് എനിക്കറിയില്ല എന്ന്. അന്യമതസ്ഥർക്ക് പ്രവേശനമില്ലാത്ത അമ്പലത്തിൽ പോവുക, എന്നിട്ട് അവിടുത്തെ കൃഷ്ണവിഗ്രഹത്തിൽ മാല ചാർത്തുക, എന്നിട്ടത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുക, ഇതിനേക്കാൾ വലിയ തെറ്റ് മറ്റെന്താണ്? ജസ്ന സലീം, താങ്കൾ ഒരു മുസ്ലിം അല്ലേ? താങ്കൾ എന്തടിസ്ഥാനത്തിലാണ് കൃഷ്ണവിഗ്രഹത്തിൽ മാല ചാർത്തിയത്? മനസ്സിൽ കൃഷ്ണഭക്തി ഉണ്ടെന്ന് പറഞ്ഞ് മുസ്ലിമായ തനിക്ക് ശ്രീകൃഷ്ണ വിഗ്രഹത്തെ തൊട്ട് അശുദ്ധമാക്കാനാവില്ല. തന്നേക്കാൾ വലിയ ഭക്തനായിരുന്നു മലയാളികളുടെ പ്രിയപ്പെട്ട പാട്ടുകാരൻ യേശുദാസ്. നിരവധി കൃഷ്ണഭക്തി ഗാനങ്ങൾ പാടിയ അദ്ദേഹത്തിനായിട്ടില്ല ആ കൃഷ്ണ ഭഗവാന്റെ ആ സ്വരൂപത്തിന് മുന്നിൽ പോയി നിന്ന് പാടാൻ. എന്നിട്ടാണ് താങ്കൾ
ഞാൻ മനസ്സിലാക്കുന്നു താങ്കൾ അശുദ്ധമാക്കിയ കൃഷ്ണവിഗ്രഹവും പരിസരവും പുണ്യാൻ തെളിച്ച് ശുദ്ധമാക്കേണ്ടതുണ്ട് എന്ന്. താങ്കൾ യഥാർത്ഥ ഭക്തിയോടെയായിരുന്നു ഇതെല്ലാം ചെയ്തതെങ്കിൽ, ആ വിഗ്രഹത്തിൽ മാല ചാർത്തിയതെങ്കിൽ, താങ്കൾ ഒരിക്കലും അത് വീഡിയോ ആക്കുമായിരുന്നില്ല. അതൊരിക്കലും സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുമായിരുന്നില്ല. ആ വികാരം, ആ ഭക്തി, അതെല്ലാം താങ്കളുടെ മനസ്സിൽ പൊതിഞ്ഞു മൂടി സൂക്ഷിക്കുമായിരുന്നു. ഇവിടെ താങ്കളുടെ ലക്ഷ്യം സോഷ്യൽ മീഡിയയിൽ താങ്കൾ വെല്ലുവിളിക്കുന്നവരെ ഈ ദൃശ്യങ്ങൾ കാണിച്ച് തേച്ചൊട്ടിക്കണം. താങ്കൾക്ക് അഹങ്കാരത്തോടെ അവരുടെ മുന്നിലൂടെ നടക്കണം. അതിന്റെ പേര് ഭക്തി എന്നല്ല, ഭ്രാന്തി എന്നാണ്. ഒരു മതത്തിൽ നിന്നും മറ്റൊരു ദൈവത്തെ ഇത്രമേൽ വിശ്വസിച്ചതും ബഹുമാനിച്ചതും ഇത്ര വലിയ തെറ്റാണ് എന്നുള്ളത് നമുക്ക് ഓരോരോ അനുഭവങ്ങൾ കൊണ്ടാണല്ലോ മനസ്സിലാവുക. ഒരു മതത്തിൽ നിന്നുകൊണ്ട് മറ്റൊരു മതത്തെ ഒരാൾക്ക് മാത്രമേ ആരാധിക്കാനാവില്ല. അങ്ങനെ ചെയ്യുന്നതിനെയാണ് കപടത എന്ന് വിളിക്കുന്നത്. അത്രയധികം കൃഷ്ണഭക്തിയാണെങ്കിൽ താങ്കൾക്ക് എന്തുകൊണ്ട് ഹിന്ദുമതം സ്വീകരിച്ചുകൂടും? ഏതൊരു മതത്തിൽ വിശ്വസിക്കുന്നവനും തന്റെ മതമാണ് ഏറ്റവും നല്ല മതമെന്ന് കരുതുന്നവരാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ഒരു യഥാർത്ഥ വിശ്വാസി മറ്റുള്ള മതങ്ങളെ ബഹുമാനിക്കാനും അവരുടെ വിശ്വാസത്തെ അംഗീകരിക്കാനും തയ്യാറാവണം. അപ്പോൾ ഞാൻ ഏതായാലും ഒളിവിലും പോയിട്ടില്ല, ഞാൻ ഏതായാലും ജയിലിലും ആയിട്ടില്ല. ഇനിയിപ്പം നാളെ ജയിലിലാവുമോ എന്നുള്ളത് അത് തമ്പുരാനെ അറിയുള്ളൂ. ജയിലിൽ കിടക്കാൻ യോഗ ഉണ്ടെങ്കിൽ ജയിലിൽ കിടക്കുക തന്നെ ചെയ്യും. ഇവിടെ താങ്കൾ ചെയ്യുന്നത് സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയുള്ള വഞ്ചനാത്മകമായ പ്രവൃത്തിയാണ്. താങ്കൾ ചെയ്തത് മതസ്പർദ്ധ എന്നല്ല, നാട്ടിൽ കലാപത്തിന്റെ വിത്തുപാകാനാണ് ശ്രമിച്ചത് എന്നാണ് പറയേണ്ടത്. അങ്ങനെ സംഭവിക്കാതിരുന്നത് ഇത് കേരളമായതുകൊണ്ടാണ്. ജയിലിൽ കിടക്കാൻ വിധിയുണ്ടെങ്കിൽ താങ്കൾ ജയിലിൽ കിടക്കുക തന്നെ വേണം. പക്ഷേ അതുകൊണ്ടും താങ്കൾ നന്നാവുമെന്ന് തോന്നുന്നില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ആരെ കൊന്നിട്ടുണ്ടോ? ഞാൻ എന്തെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടോ? ഞാൻ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? ഒന്ന് പറയുമോ? ഇയാൾ കൊലയൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ ഇയാൾ കൂട്ടക്കൊലയ്ക്ക് ആജ്ഞ നൽകുകയായിരുന്നു എന്ന് വേണം പറയാൻ. നമ്മുടെ പ്രിയപ്പെട്ട കേരളവും പ്രബുദ്ധരായ ജനങ്ങളും ഒന്നുകൊണ്ട് മാത്രമാണ് ഇവിടെ കലാപങ്ങൾ ഉണ്ടാവാതിരുന്നതും കൂട്ടക്കൊലകൾ നടക്കാതിരുന്നു. വടക്കൻ സംസ്ഥാനങ്ങളായിരുന്നുവെങ്കിൽ അവിടം കത്തിയമർന്നേനെ ഈ സമയം കൊണ്ട് തന്നെ.